ഇന്ത്യ US മാധ്യമ പ്രോട്ടോകോൾ സംബന്ധിച്ച് US അംബാസഡർ സെർജിയോ ഗോർ നടത്തിയ പരാമർശങ്ങൾ സാധാരണ നടപടിക്രമം മാത്രമാണെന്ന് സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് ഒരു വിവാദത്തിന്റെ കാരണം ഇതാണ്. ജൂണിൽ ഫ്രാൻസിൽ നടന്ന G7 ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള ഉഭയകക്ഷി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളുമായുള്ള കൂടിക്കാഴ്ച നടത്തരുതെന്ന് ഇന്ത്യ US ഭരണകൂടത്തോട് പ്രത്യേകം ആവശ്യപ്പെട്ടിരുന്നതായി ഗോർ ശനിയാഴ്ച പറഞ്ഞിരുന്നു. അതാണ് ഒരു വിവാദമായി മാറിയത്. അതിന്റെ ഒരു വിശദാംശമാണ് ഇന്ത്യ ഇപ്പോൾ നൽകിയത്. ഇതിന് പിന്നാലെയാണ് ഈ വിശദീകരണം ഇപ്പോൾ വന്നിട്ടുള്ളത്. ഏതൊരു VVIP സന്ദർശനത്തിന് മുന്നോടിയായും നേതാക്കളുടെ പൊതുപരിപാടികൾക്കുള്ള ക്രമീകരണങ്ങളെക്കുറിച്ച് ചർച്ചകൾ നടക്കുന്നത് പതിവാണെന്നാണ് വൃത്തങ്ങൾ വ്യക്തമാക്കിയത്. പ്രധാനമന്ത്രി മോദിയും US പ്രസിഡന്റ് ട്രംപും പങ്കെടുത്ത വാർത്താ സമ്മേളനത്തിന്റെ കാര്യത്തിലും ഇത്തരം സന്ദർശനങ്ങളിൽ ഇന്ത്യ പിന്തുടരുന്ന പതിവ് രീതി തന്നെയാണ് സ്വീകരിച്ചതെന്ന് അവർ പറയുന്നുണ്ട്. ഇന്ത്യയുടെ അഭ്യർത്ഥന ട്രംപ് ആദ്യം അംഗീകരിച്ചിരുന്നുവെങ്കിലും പിന്നീട് മാധ്യമപ്രവർത്തകരിൽ നിന്ന് ചോദ്യങ്ങൾ സ്വീകരിക്കാൻ അദ്ദേഹം തയ്യാറാവുകയായിരുന്നു. ഇതോടെ പ്രധാനമന്ത്രി മോദി ഒപ്പമുണ്ടായിരുന്ന ആ കൂടിക്കാഴ്ച 45 മിനിറ്റ് നീണ്ടുനിന്ന ഒരു വാർത്താ സമ്മേളനമായി മാറി. ഫ്രാൻസിലെ ഏവിയാൻ ലെ ബെൻസിൽ നടന്ന G7 ഉച്ചകോടിക്കിടെയാണ് ജൂൺ 17 പ്രധാനമന്ത്രി മോദിയും പ്രസിഡന്റ് ട്രംപും തമ്മിലുള്ള ഉഭയകക്ഷി കൂടിക്കാഴ്ച നടന്നത്. ഞങ്ങൾ വേദിക്ക് പിന്നിലായിരുന്നപ്പോൾ ഒരു ഘട്ടത്തിൽ പ്രസിഡന്റും ഞാനും മാത്രമായി. അപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു, ഇന്ത്യൻ പക്ഷം എന്താണ് ഉന്നയിക്കാൻ പോകുന്നത്? ഞങ്ങൾ ചില വിഷയങ്ങൾ ചർച്ച ചെയ്തു എന്ന് ഗോർ പറഞ്ഞു. അവർക്ക് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടോ എന്ന് അദ്ദേഹം ചോദിച്ചു. വിദേശകാര്യ മന്ത്രാലയത്തിന് ഒരു ആവശ്യമേ ഉണ്ടായിരുന്നുള്ളൂ: മാധ്യമങ്ങളെ അകത്തേക്ക് അനുവദിക്കണം. എന്നാൽ പൂർണ്ണമായ ഒരു പത്രസമ്മേളനം നടത്തരുത് എന്നതായിരുന്നു പ്രധാന ആവശ്യം. ഇന്ത്യൻ പക്ഷത്തിന്റെ ഈ ആവശ്യം താൻ നേരിട്ട് ട്രംപിനെ അറിയിച്ചതായി ഗോർ വ്യക്തമാക്കി. പ്രസിഡന്റിനോട് ഞാൻ പറഞ്ഞു, ചോദ്യങ്ങൾ ഒഴിവാക്കാനാണ് ഇന്ത്യക്കാർ ആഗ്രഹിക്കുന്നതെന്ന്. തുടർന്ന് മാധ്യമപ്രവർത്തകരുടെയും സാങ്കേതിക വിദഗ്ധരുടെയും സാന്നിധ്യത്തിൽ കൂടിക്കാഴ്ച ആരംഭിച്ചു. പ്രധാനമന്ത്രി മോദിയും ട്രംപും തങ്ങളുടെ പ്രാരംഭ പ്രസ്താവനകൾ നടത്തുന്നതിനായി പരസ്പരം അഭിമുഖമായി ഇരുന്നപ്പോൾ അവിടെ ഏകദേശം 50 ക്യാമറകൾ സജ്ജീകരിച്ചതായി ഗോർ ചൂണ്ടിക്കാട്ടി. കൂടിക്കാഴ്ച തുടങ്ങി മാധ്യമപ്രവർത്തകർ അകത്തേക്ക് വന്നു. അവിടെ 50ഓളം ക്യാമറകൾ ഉണ്ടായിരുന്നു. പ്രസിഡന്റ് ഒരിടത്തും പ്രധാനമന്ത്രി മറ്റൊരിടത്തുമായിരുന്നു. ഇരുവരും കുറച്ചുനേരം സംസാരിച്ചുവെന്ന് അദ്ദേഹം പറയുന്നു. എന്നാൽ പ്രാരംഭ പ്രസ്താവനകൾ അവസാനിച്ച ഉടൻ തന്നെ അവിടെ ഉണ്ടായിരുന്ന മാധ്യമപ്രവർത്തകരെ അഭിസംബോധന ചെയ്തുകൊണ്ട് ട്രംപ് ചോദിച്ചു, എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ? അതോടെ കാര്യങ്ങൾ മാറി മറിഞ്ഞു എന്നാണ് അംബാസിഡർ പറഞ്ഞത്. ആ കൂടിക്കാഴ്ച 45 മിനിറ്റ് നീണ്ട ഒരു പത്രസമ്മേളനമായി മാറിയെന്നും അവിടെ എല്ലാ വിഷയങ്ങളും ചർച്ചയ്ക്ക് വിധേയമായി എന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. ആദ്യമേ തന്നെ ഇന്ത്യയുടെ നിലപാട് അറിയിച്ചതാണ് സെർജി ഗോറിനോട്. നമുക്ക് ഒരു പ്രസ് ബ്രീഫാണ് ആവശ്യം, അല്ലാതെ പ്രസ് മീറ്റ് അല്ല. അമേരിക്കൻ പ്രസിഡന്റും അതോടൊപ്പം തന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രി മോദിയും എന്താണ് ലോകത്തോട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മാധ്യമങ്ങളുടെ മുമ്പാകെ പറയും. ഒരു തരത്തിലുമുള്ള ചോദ്യങ്ങളോ ഒന്നും ഉണ്ടാവരുത്. പ്രസ് മീറ്റ് അല്ല, പ്രസ് ബ്രീഫാണ് നമുക്ക് ആവശ്യമെന്ന് ഇന്ത്യ പല പ്രാവശ്യം സെർജിയോ ഗോറിനോട് പറഞ്ഞതാണ്. പക്ഷേ അവസാന നിമിഷം ട്രംപും സെർജിയോ ഗോറും കൂടെ കാല് മാറി എന്നതാണ് ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയം തന്നെ പറയുന്നത്.